നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. സ്ഥാനാർത്ഥിയായി രാംനാഥ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ബീഹാർ ഗവർണർ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ബി.ജെ.പി. 2 വട്ടം രാജ്യസഭാംഗമായിരുന്ന കോവിന്ദ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നുള്ള ദളിത് നേതാവ്. ഡൽഹിയിൽ ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ച ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. 71-കാരനായ രാംനാഥ് കോവിന്ദ് പാർട്ടിയുടെ മുൻ വക്താവും ദളിത് മോർച്ച മുൻ പ്രസിഡന്റും. കോവിന്ദിന്റെ പത്രികാ സമർപ്പണം പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിന് പുറപ്പെടും മുമ്പ് 23-ന്. കോവിന്ദിന് പിന്തുണ അഭ്യർത്ഥിച്ച സോണിയാഗാന്ധിയുമായി മോദിയുടെ ടെലിഫോൺ ചർച്ച. എൻ.ഡി.എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രാംനാഥ് കോവിന്ദിന്റെ പേര് ബി.ജെ.പി. പ്രഖ്യാപിച്ചത് ശിവസേനയെ ഞെട്ടിച്ച്. മോഹൻ ഭഗവതിന്റെയും എം.എസ്. സ്വാമിനാഥന്റെയും പേര് നിർദ്ദേശിച്ചിരുന്ന സംഘപരിവാറിന് തിരിച്ചടി. ശിവസേനയെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി അമിത് ഷാ. പുതുവൈപ്പിൽ പ്രതിഷേധിച്ച്. പുതുവൈപ്പ് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നീരസം പരസ്യമാക്കി CPI. സമരക്കാർക്കെതിരെ പോലീസ് നടത്തിയത് നരനായാട്ടം. തീവ്രവാദികളെന്ന ആരോപണം സ്വന്തം പിഴവ് മറയ്ക്കാൻ. പോലീസ് നടപടി സർക്കാരിന്റെ വില കുറച്ചു കാണിക്കുമെന്നും വിഷയത്തിൽ വിശദ ചർച്ച വേണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സംഭവത്തിൽ പോലീസ് നടപടി ന്യായീകരിക്കാതെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും. സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്തത്. സമരത്തെ അടിച്ചമർത്തുന്നത് സർക്കാർ നയമല്ല. പുതുവൈപ്പിലെ LPG ടെർമിനൽ നിർമ്മാണം നിർത്തിവെക്കുമെന്ന് താൻ ഉറപ്പു നൽകിയെന്ന ആരോപണം ശരിയല്ല. ചർച്ചയിലെ തീരുമാനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും മന്ത്രി. പുതുവൈപ്പ് സംഭവത്തിൽ പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരവെ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് സംയുക്ത സമരസമിതി. LPG ടെർമിനൽ നിർമ്മാണം പൂർണ്ണമായും നിർത്തിയാൽ ചർച്ചയാകാം. 2 ദിവസം മാത്രം പ്ലാന്റ് അടച്ചിട്ടുള്ള ചർച്ചയ്ക്കില്ല. സംഭരണശാല പൂർണ്ണമായും നിശ്ചലമാകുന്നതുവരെ സമരം തുടരുമെന്നും പ്രതികരണം. ഏറ്റെടുത്ത് ജേക്കബ് തോമസ്. 2.5 മാസത്തെ വനവാസത്തിനു ശേഷം IMG ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത സർവീസിലേക്ക് ജേക്കബ് തോമസിന്റെ പുനഃപ്രവേശം. 1 വർഷത്തെ കാലാവധിയുള്ള പുതിയ നിയമനം തസ്തിക കേഡർ സ്ഥാനമാക്കി ഉയർത്തിയ ശേഷം വിജിലൻസിൽ നിന്ന് തന്നെ മാറ്റിയതിനുള്ള കാരണം പിന്നീട് പറയുമെന്ന് ജേക്കബ് തോമസ്. അതേസമയം ജേക്കബ് തോമസ് പോലീസ് മേധാവി സ്ഥാനത്ത് എത്തുന്നതിന് തടയിടാൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കമെന്ന റിപ്പോർട്ട്. ജേക്കബ് തോമസിനെതിരായ വിജിലൻസ് അന്വേഷണവും കാരണം കാണിക്കൽ നോട്ടീസും ആയുധമാക്കാൻ നീക്കം. നിലവിലെ പോലീസ് മേധാവി TP സെൻകുമാറിന്റെ കാലാവധി ഈ 30 വരെ. സെൻകുമാർ വിരമിച്ചാൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പ്രകാരം പരിഗണിക്കപ്പെടേണ്ടത് ജേക്കബ് തോമസ്. പദവി നിഷേധിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹം കോടതിയെ സമീപിച്ചേക്കാവുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട് സർക്കാർ. കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. സംസ്ഥാനത്ത് പനിമരണങ്ങൾ തുടർക്കഥയാകുന്നതിനിടെ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. കേരളം പനിച്ചു വിറയ്ക്കുമ്പോൾ ആരോഗ്യമന്ത്രി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആരോപണം. വിവിധ ജില്ലകളിലായി പനി ബാധിച്ച് 100-ലേറെ പേർ മരിച്ചിട്ടും പ്രശ്നത്തിന്റെ ഭീകരത മനസ്സിലാകാത്തത് ആരോഗ്യമന്ത്രിക്ക് മാത്രമെന്നും ആക്ഷേപം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സർക്കാരിനുണ്ടായത് വലിയ വീഴ്ച. ഇക്കാര്യങ്ങൾ പ്രതിപക്ഷം പലവട്ടം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് കിടക്കയോ സൗകര്യങ്ങളോ ഇല്ല. കേരളത്തിലേത് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പോലും പനിക്കിടക്കയിലായ സാഹചര്യമെന്നും ചെന്നിത്തല. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.